ക്ഷേത്രോപദേശക സമിതിയുടെ കാലാവധി തീർന്നു. പുതിയ കമ്മിറ്റിയെ കെട്ടിയിറക്കുന്നു. എല്ലാത്തരം എസികൾക്കും വിലക്കുറവിന്റെ മഹാത്ഭുതം തീർത്ത് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവിൽക്കടവ് കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ ക്ഷേത്ര ഉപദേശക സമിതിയുടെ കാലാവധി ഏപ്രിൽ 27 അവസാനിച്ചു. 2 വർഷം ഭക്തരെ മുൾമുനയിൽ നിർത്തിയാണ് ഭരണസമിതിയുടെ കാലാവധി അവസാനിച്ചത്. 2 വർഷം മുൻപ് തിരുവഞ്ചിക്കുളം ശിവപാർവതി മണ്ഡപത്തിൽ ചേർന്ന ക്ഷേത്ര ഉപദേശക സമിതിയുടെ പൊതുയോഗം 2 മിനിറ്റ് കൊണ്ട് അവസാനിക്കുകയായിരുന്നു. തുടർന്ന് CPM ടൗൺ ബ്രാഞ്ച് സെക്രട്ടറി, മന്ത്രിബന്ധുവും CPI ലോകമലശ്വരം ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി അടക്കം 17-അംഗ കമ്മിറ്റിയെ ദേവസ്വം ബോർഡ് കെട്ടിയിറക്കി. പ്രസിഡന്റായി ഉണ്ണികൃഷ്ണനെയും സെക്രട്ടറിയായി വിജയനെയും തെരഞ്ഞെടുത്തു. കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം ആദ്യമായി തടയിട്ടത് 30 വർഷത്തിലേറെയായി വടക്കേനടയിൽ നടത്തി വന്നിരുന്ന ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ അയ്യപ്പ വിശ്രമ കേന്ദ്രത്തിനാണ്. ക്ഷേത്ര സംരക്ഷണ സമിതി നിർമ്മിച്ച പന്തൽ പോലീസിനെ കൊണ്ട് അഴിപ്പിച്ചതാണ് ഭക്തരുടെ മനസ്സിനേറ്റ ആദ്യ മുറിവ്. ഇതിനിടയിൽ ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചൊഴിയുകയും ചെയ്തു. കാലാവധി അവസാനിക്കുന്നതുവരെ പ്രസിഡന്റിനെ കണ്ടെത്താൻ ഉപദേശക സമിതിക്ക് കഴിഞ്ഞില്ല. താലപ്പൊലി, ഭരണിക്കാവ് ലേലങ്ങൾ വലിയ തുകയ്ക്ക് വിളിപോയതും കാണാൻ കഴിഞ്ഞു. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ഷേത്ര സംരക്ഷണ സമിതി കിഴക്കേനടയിൽ നടത്തി വന്നിരുന്ന വിദ്യാഗോപാല മന്ത്രാർച്ചനയ്ക്കും ദേവസ്വം ബോർഡ് അനുമതി നിഷേധിച്ചിരുന്നു. ഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്നദാന മഹായജ്ഞത്തിനും ദേവസ്വം ബോർഡ് അനുമതി നിഷേധിക്കുമെന്ന അവസ്ഥ വരെ എത്തി. അവസാനം ക്ഷേത്രോപദേശക സമിതിയും അന്നദാന യജ്ഞ സമിതിയും സംയുക്തമായാണ് അന്നദാനം നടത്തിയത്. ഉപദേശക സമിതിയുടെ കാലാവധി അവസാനിച്ചതോടെ പുതിയ ഭരണസമിതിയെ കെട്ടിയിറക്കുമോ എന്നാണ് ഭക്തർ ഉറ്റുനോക്കുന്നത്.